ജയ് ശ്രീകൃഷ്ണ തൻ്റെ ഭക്തയ്ക്ക് പൂക്കൾ സമ്മാനമായി കൊടുത്ത ഗുരുവായൂരപ്പൻ്റെ കഥ നിങ്ങൾക്കറിയോ? ആ കഥയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരിടത്ത് ഗുരുവായൂരപ്പനെ പൂജിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവൾക്ക് ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഗുരുവായൂർ പോയി താൻ ഇതുവരെ ഗുരുവായൂരപ്പനെ കണ്ടിട്ടില്ല, തനിക്ക് ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ കാണണം എന്നൊരു ആഗ്രഹം പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നത്. അങ്ങനെ പെൺകുട്ടി ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ കണ്ണിറയെ കണ്ട് തൻ്റെ പരിഭവങ്ങളും സന്തോഷങ്ങളും വിഷമങ്ങളും എല്ലാം പങ്കിട്ടു. അതിനുശേഷം വെളിയിലിറങ്ങി. അപ്പോഴാണ് അമ്പലം മുഴുവൻ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നത് പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ പൂക്കൾ കാരണം പെൺകുട്ടി ആകർഷിതയായി. അതിൽ കുറച്ച് തനിക്ക് തലയിൽ ചൂടാൻ വേണം എന്നൊരു ആഗ്രഹം പെൺകുട്ടിയിലുണ്ടായി. അങ്ങനെ ആ പൂക്കൾ അലങ്കരിച്ചുകൊണ്ടിരുന്ന വൃദ്ധനായ ഒരു മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, തനിക്ക് കുറച്ച് പൂക്കൾ തരുമോ എന്ന്. വൃദ്ധനായ മുത്തശ്ശനാവട്ടെ പെൺകുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഇത് ഗുരുവായൂരപ്പൻ്റെ പൂക്കളാണ്, ഇത് തരുവാൻ പറ്റില്ല എന്ന്. പെൺകുട്ടിക്ക് ആകെ വിഷമമായി. താൻ ചോദിച്ചത് തെറ്റായോ എന്നും മനസ്സിൽ തോന്നി. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വീണ്ടും പോയി മാപ്പപേക്ഷിച്ചു. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു അത്ഭുതം സംഭവിക്കുന്നത്. വൃദ്ധനായ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് പൂക്കൾ താഴെ വീഴുകയും പെട്ടെന്നൊരു ബാലൻ ഓടി വന്ന് ആ പൂക്കളിൽ ചവിട്ടുകയും ചെയ്തു. ആ പെൺകുട്ടിയും ഇത് കണ്ടുകൊണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. വൃദ്ധനായ മുത്തശ്ശന് മനസ്സിലായി, ഗുരുവായൂരപ്പൻ ആ പെൺകുട്ടിക്ക് തലയിൽ ചൂടാൻ ഈ പൂക്കൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അങ്ങനെ ഇത് തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പെൺകുട്ടിയോട് പറഞ്ഞിട്ട് ആ വൃദ്ധനായ മുത്തശ്ശൻ ആ പൂക്കൾ പെൺകുട്ടിക്ക് കൊടുത്തു. Thanks for watching. Subscribe for more videos.